ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഈ കാണുന്ന 2 ചിക്കൻ ലെഗ് ഫ്രൈ ആയാലോ? ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന 2 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ചിക്കൻ്റെ ലെഗ് പീസാണ് കേട്ടോ. ലെഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെറിയ ചെറിയ പീസസ് ആണെങ്കിൽ ഇത് നമ്മുടെ കൺവീനിയൻ്റ് അനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ലെഗ് എടുത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. 2 ലെഗ് പീസ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി അടുത്തത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലാസൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അതിന് ഞാൻ അധികം മസാലാസ് ഒന്നും എടുക്കുന്നില്ല, കുറച്ച് മസാലാസാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടി എടുക്കുന്നുണ്ട്, ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കുന്നുണ്ട്, കുറച്ച് പെപ്പർ പൗഡർ എടുക്കുന്നുണ്ട്, കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടി, ഇച്ചിരി അരിപ്പൊടി ഇടുന്നുണ്ട്, ഒരു ചെറിയ സ്പൂൺ തൈര്, പിന്നെ ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഗ്രേറ്റഡ് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വരഞ്ഞു വെച്ച ചിക്കൻ ലെഗ് പീസിലേക്ക് നല്ലോണം മസാലാസ് ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഈ ഒരു തൈരിന് പകരം നമുക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ അപ്പം ലെമൺ ജ്യൂസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തൈര് ആഡ് ചെയ്ത് കൊടുത്തത്. 2 പീസിന് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഹാഫ് ആൻ അവറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. നമുക്ക് മസാലേൻ്റെ കൺസിസ്റ്റൻസിയും ഉപ്പും മസാല എത്ര വേണമെന്നെല്ലാം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. അപ്പം നമ്മുടെ ഒരാളുടെ ഇഷ്ടമായിരിക്കത്തില്ല വേറൊരാളുടെ, എന്നാലും ഞാനിത് കാണിച്ചു എന്ന് മാത്രം. അടുത്തത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ അതിലേക്ക് ഇടുക കേട്ടോ. കുറേ പേർക്ക് ഡീപ്പ് ഫ്രൈ ആയിരിക്കും ഇഷ്ടം, കുറേ പേർക്ക് ഷാലോ ഫ്രൈ ആയിരിക്കും ഇഷ്ടം. എനിക്ക് രണ്ടിൻ്റെയും നടുക്കുള്ളതാട്ടോ ഇഷ്ടം. ഓവർ എണ്ണ ഒഴിക്കുന്നതും ഇഷ്ടമല്ല, ഭയങ്കര കുറവാവുന്നതും ഇഷ്ടമല്ല. ഈ ഒരു കൺസിസ്റ്റൻസി അത്രയാണ്. എന്നിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പം നമുക്ക് 2 ലെഗ് പീസും ഇട്ട് കൊടുക്കാം. കുറച്ച് കറി ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇടുന്നത് നല്ലതാണ്. പിന്നെ ഉള്ളി അരിഞ്ഞിട്ടിടുന്നത് നല്ലതാണ് കേട്ടോ. അത് രണ്ടും എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാത്തതാണ്. ഇനി ഓരോരോ സൈഡ് മറിച്ചിട്ട് നല്ലോണം നമുക്ക് ഒന്ന് ക്രിസ്പാക്കി എടുക്കാം കേട്ടോ. അതിൽ കുറച്ചൊരു അരിപ്പൊടി ആഡ് ചെയ്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം ഒന്ന് ക്രിസ്പായിക്കോളും. ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മറ്റേ സൈഡും കൂടെ വേവുന്ന വരെ ഒന്ന് ആക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ ഒരു ലെഗ് പീസ് ഒരു ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും ഞാനതെടുത്ത് നല്ലൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചിക്കൻ ലെഗ് ഫ്രൈ അറ്റ് ഹോം. ബൈ ബൈ.